എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പക്കോടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആ സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ നിന്ന് നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് വലിയൊരു സവാള ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂണോളം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കൂടെ ചേർക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. അതേ രീതിയിൽ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് കൂടി ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 കപ്പ് കടലമാവാണ്, കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത പച്ചയായിട്ടുള്ള കടലപ്പൊടിയാണ്. പിന്നെ ആ 1 കപ്പിന് തന്നെ 1/4 കപ്പോളം മൈദപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 1 പിഞ്ച് കായപ്പൊടി കൂടെയാണ് ചേർക്കുന്നത്. കായപ്പൊടി ഒന്നും അധികം ആവണ്ട. ഇനി നമ്മൾ 1 ടീസ്പൂൺ നിറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി ഒന്നും അധികമൊന്നും വേണ്ട. കടലപ്പൊടിയുടെ കളറും ഈ ഒരു ചിക്കൻ മസാലയുടെ കളറും കൂടെ ആകുമ്പോൾ തന്നെ നല്ലൊരു കളറായി കിട്ടും അത്. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കണം. ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം അതിന് നല്ല പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ മാവ് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. ഈ ചൂടുള്ള ഓയിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട തയ്യാറാക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. നമ്മളിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എണ്ണയിൽ ഇത്തിരി കറിവേപ്പ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെയാണ് നമുക്ക് ഈ ഒരു പക്കോട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കടലപ്പൊടിയുടെയും അതുപോലെ തന്നെ മൈദപ്പൊടിയുടെയും ഒക്കെ അളവ് കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക്